10 വർഷമായി രാജ്യത്ത് വികസനമോ പുരോഗതിയോ ഉണ്ടാക്കാത്ത ഈ ഗവൺമെന്റ് ആകെ പറയുന്ന വർഗീയത മാത്രമാണ്. ശ്രീരാമക്ഷേത്രം പണിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. രാമൻ നമ്മുടെ എല്ലാം മനസ്സിൽ ജീവിക്കുന്ന ദൈവമാണ്. മര്യാദ പുരുഷോത്തമനാണ് രാമൻ. രാമനെ ആരാധിക്കാൻ നരേന്ദ്രമോദിയുടെ ചീട്ട് നമുക്ക് വേണ്ട. കോൺഗ്രസ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്, മസ്ജിദുകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്, ഗുരുദ്വാരകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ മത ആരാധനാ കേന്ദ്രങ്ങളെയും ഒരുപോലെ കണ്ട പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റെത്. ഇവിടെ രാമനെ ആരാധിക്കാൻ പോകുന്നതിന് നമ്മളെതിരല്ല. പക്ഷേ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്താൻ നരേന്ദ്രമോദിക്ക് എന്തധികാരം? സനാതന ധർമ്മത്തിന്റെ 4 പ്രാമാണികരായ ശങ്കരാചാര്യന്മാർ അവർ അതിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ നരേന്ദ്രമോദി അവിടെ പോയി പ്രാണപ്രതിഷ്ഠ നടത്തി. ഞാൻ ഓർക്കുന്നു, സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി സോമനാഥ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ആദ്യത്തെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര ബാബു അവിടെ പോയി. രാജേന്ദ്ര പ്രസാദ്. പക്ഷേ അദ്ദേഹം പ്രാണപ്രതിഷ്ഠ നടത്തിയില്ല. ശങ്കരാചാര്യന്മാരായിരുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അവിടെ ഇന്ത്യയുടെ പ്രസിഡന്റ് തൊട്ടടുത്തിരിക്കുക മാത്രമാണ് ചെയ്തത്. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ട് രാജ്യത്ത് മതേതരത്വം ഇല്ലാതാക്കി മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങൾക്കെതിരായി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടണം. കേരളത്തിലെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് അഴിമതിയിലും കൊള്ളയിലും മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ മുഴുവൻ 7.5 വർഷത്തെ ഭരണം വിലയിരുത്തി നോക്കുന്ന ജനങ്ങൾക്കറിയാം, കേരളം പുറകോട്ട് പോകുന്നു, കേരളം തകരുന്നു. കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്നു. കേരള ജനതയെ രക്ഷിക്കാൻ പിണറായി വിജയന്റെ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി നാടകം നടത്തിയത്. ഡൽഹിയിലെ നാടകത്തിന് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിനും പിണറായി വിജയൻ സർക്കാരിനുമെതിരെയുള്ള ഈ സമരാഗ്നിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ജാഥ ക്യാപ്റ്റന്മാരായ KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ജാഥാംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.